എടി മോളെ, നീ ആ കറിയൊന്ന് വന്ന് നോക്കിക്കേടി, ഉപ്പും മുളകും ഒക്കെ നിന്റെ പാകത്തിനാണോ എന്ന്. പിന്നെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഉപ്പില്ല മുളക് കുറഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞാൽ കുറ്റം പറയണ്ട. നീ ഒന്ന് വന്ന് നോക്ക്. അമ്മ എന്താ മീൻ മുറിച്ചിട്ട് കൈ കഴിയില്ലേ? ഓ, എന്തൊരു സ്മെല്ലായത്! ഓ, എനിക്ക് ഓക്കാനം വരുന്നു. ഞാൻ നല്ല വൃത്തിക്ക് കഴുകിയതാണല്ലോ. ഒരു മണമില്ല. നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. ഞാൻ നന്നായിട്ട് 3 പ്രാവശ്യം കഴുകി. പിന്നെ നല്ല മണമുണ്ട്. ഓ, എനിക്ക് മീനിന്റെ മണം അടിക്കുമ്പോണ്ടല്ലോ എനിക്കങ്ങ് വൊമിറ്റ് ചെയ്യാൻ തോന്നുവാ. അമ്മയ്ക്കൊന്ന് വൃത്തിക്ക് കഴുകിക്കൂടെ? ഓ, എന്നിട്ട് കഴിക്കുമ്പോ നിനക്ക് ഈ ഓക്കാനം ഒന്നും കാണുന്നില്ലല്ലോ. എനിക്ക് മീൻ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ നീ മീൻ ഉണ്ടായാലല്ലേ ചോറ് കഴിക്കുള്ളൂ. അതുകൊണ്ടാ മീൻ കൊണ്ടുവരാൻ വേണ്ടിട്ട് പറയുന്നത് തന്നെ. ഓ, എന്ന് വെച്ച് മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനകത്ത് കിടന്നിട്ട് ഉരുളണോ? ഇത് മീൻ വെള്ളത്തിന് കുളിച്ച പോലെ ഉണ്ട് അമ്മ അടുത്തേക്ക് വരുമ്പോ. അമ്മയൊന്ന് ഇറങ്ങിപ്പോക്കെ. പിന്നെ കറി വേണമെങ്കിൽ വന്ന് നോക്കുവാ. ഞാൻ വന്നിട്ട് നോക്കിക്കോളാം കറി. ഉഫ്, ചമ്മു. അമ്മേ, എന്നാടി? അമ്മ ഡ്രസ്സ് കഴുകിയപ്പോഴേ എന്റെ ബാത്റൂമിൽ കിടന്ന ഡ്രസ്സ് എടുത്തില്ല കഴുകാൻ വേണ്ടിട്ട്. ഞാൻ ഇന്നലെ കുളിച്ചിട്ട് മാറിയിട്ട് ഡ്രസ്സ് എടുത്തില്ലല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, നീ ഇത്ര ആയൊരു പെങ്കൊച്ചല്ലേ? അവനവന്റെ ഇട്ട് മാറിയ ഡ്രസ്സെങ്കിലും ഒന്നും സ്വന്തമായിട്ട് കഴുകിക്കൂടെ? വേറെ ആരുടെയും കഴുകണ്ട, സ്വന്തം തുണി കഴുകിക്കൂടെ? നീ കഴുകുന്നില്ലെങ്കിൽ പോട്ടെ, ആ അലക്കുന്ന സ്ഥലത്തൊന്ന് കൊണ്ട് വെച്ചൂടെ? ഇത് അമ്മ ബാത്റൂമിൽ പോയി നീ മാറിയിട്ട ഡ്രസ്സ് എടുത്തോണ്ട് വന്ന് കഴുകി അലക്കി ഉണക്കി അലമാരക്കകത്ത് മടക്കി വെച്ചാലും നീ ഇടും അല്ലെ? എന്തൊരു സ്വഭാവം ഇത്! ഇങ്ങനൊരു പെങ്കൊച്ച് നീ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. നീ മാത്രം ഉണ്ടാവുള്ളൂ. ഓ, ഈ അവനവന്റെ മുഷിഞ്ഞ തുണിയെ മറ്റുള്ളവരെ കൊണ്ട്, ഇതിപ്പോ അമ്മയാണേലും കഴിയിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. ഒരു പെങ്കൊച്ചിന് ചേർന്ന പണിയല്ല അത്, കേട്ടോ. ആ, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താടി ഇവിടെ ബഹളം? ഒന്നുമില്ല ചേട്ടാ, ഞാൻ ഇവളോട് മുഷിഞ്ഞ അവളുടെ തുണി കഴുകിയിടാൻ പറയുമായിരുന്നു. നിനക്ക് പിന്നെ ഇവിടെ എന്താ പണി? ആകെ ഒരു മകളല്ലേ ഉള്ളൂ, അതിന്റെ കാര്യം നോക്കാൻ നിനക്ക് വയ്യേ? അത് ജോലിക്ക് പോകുന്ന പെണ്ണല്ലേ? എന്റെ ആന്റിയുടെ ഫുഡ് അടിപൊളിയാ. കറിയൊക്കെ എന്തൊരു ടേസ്റ്റാ. ഞാൻ എന്റെ ഫുഡ് ഓഫീസിൽ നിന്ന് ഇവക്ക് കൊടുത്തിട്ട് ഇവളുടെ ഫുഡാ വാങ്ങി കഴിക്കുന്നത്. ആന്റിയുടെ കൈപുണ്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കേട്ടോടി നിന്റെ കൂട്ടുകാരി പറഞ്ഞത്? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോളെ, ഇവക്ക് എല്ലാത്തിനും എന്റെ അടുത്ത് കുറ്റമാന്നേ. ആ, ഇവളെന്താ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടിരുന്നേന്ന് അമ്മയ്ക്ക് അറിയോ? ഫ്രൈഡ് റൈസും ഗീ റൈസും ഒക്കെയാ. ഞാനത് വാങ്ങി കഴിച്ചിട്ട് എന്റെ ചോറും കറിയും അവക്ക് കൊടുക്കും. ഇത് വല്ലതും ഉണ്ടാക്കാൻ അമ്മയ്ക്ക് അറിയോ? എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം. നിന്റെ അച്ഛൻ സമ്മതിക്കണ്ടേ? കേട്ടോ മോളെ, 1 ലിറ്റർ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം ഉപയോഗിക്കാൻ പറയുന്ന ആളാ ഇവളുടെ അച്ഛൻ. സമ്മതിച്ചത് തന്നെ. ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചത് അച്ഛൻ നെയ്ച്ചോറ് ഉണ്ടാക്കട്ടെ എന്ന്. അയ്യോ, അന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ നിന്റെ അച്ഛൻ? ഓ പിന്നെ, പാവം എന്റെ അച്ഛൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാ. അപ്പൊ അച്ഛന് കുറച്ച് തണ്ണം ഉണ്ടാവും. അപ്പൊ കണക്കൊക്കെ പറഞ്ഞിരിക്കും. അമ്മയ്ക്ക് എന്തായാലും അച്ഛനെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റുന്നൊന്നുമില്ലല്ലോ. ആ, അതിനുള്ള പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും അമ്മയ്ക്ക് ഇല്ലല്ലോ. അപ്പൊ പിന്നെ അമ്മ മിണ്ടാതിരിക്കണ്ട. ഈ അടുക്കളയിൽ കിടന്നേ പാത്രങ്ങളോട് കഥ പറയുന്ന പോലെയല്ല പുറത്തു പോയിട്ട് കാശ് കിട്ടുന്ന പണിയെടുക്കുന്നത്. കുറച്ച് കഷ്ടപ്പാട് തന്നെയാ. എന്റെ ദൈവമേ, ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ കുട്ടി. ഇവളെ അച്ഛന്റെ മോളാ, അച്ഛൻ മോള്. ആ, പിന്നല്ലാതെ. ഇവളുടെ അമ്മയെ ഹൈസ്കൂൾ ടീച്ചറാ, അച്ഛനും അധ്യാപകനാ. അപ്പൊ അവർക്ക് അതിനുള്ള കാശും വകയൊക്കെ ഉണ്ടാവും. അവളുടെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ അവരുടെ അമ്മയ്ക്ക് പറ്റുന്നുമുണ്ട്. അതുപോലെ അല്ലല്ലോ അമ്മയുടെ കാര്യം. എന്റെ അച്ഛൻ ഒറ്റയ്ക്ക് വേണ്ടേ വീട്ടിലെ ചെലവ് മൊത്തവും നോക്കാൻ? അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ ചിലപ്പോ പാവം തോന്നൂടി, ഈ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോഴേ. ആന്റി ഒട്ടും പഠിച്ചിട്ടില്ലേ ആന്റി? അത് മോളെ, പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സും പിന്നെ കുറച്ച് പാചകവും. അല്ലേ അമ്മേ? പഠിച്ചൊന്നും ഇല്ല മോളെ, 9ാം ക്ലാസ് വരെ പോയുള്ളൂ. പിന്നെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഒന്നും വീട്ടിലില്ലായിരുന്നു. പിന്നെ അമ്മ അടുത്തുള്ള ഒരു അച്ചാർ കമ്പനിയിൽ പണിക്ക് പോകുന്നുണ്ടായിരുന്നേ. പിന്നെ ആ കൂടെ ഞാനും പോകാൻ തുടങ്ങി. 18 വയസ്സാകുന്നതിന് മുമ്പേ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പഠിത്തമൊക്കെ. അച്ചാർ കമ്പനിയിലോ? ഓ, അച്ചാറിന്റെ കാര്യം പറയല്ലേ ആന്റി. എന്റെ ഇഷ്ടപ്പെട്ട കറിയാ അച്ചാർ. അച്ചാറുണ്ടെങ്കിൽ ഞാൻ എന്തോരം ചോറ് വേണമെങ്കിലും കഴിക്കും. ആന്റിക്ക് അച്ചാറുണ്ടാക്കാൻ അറിയില്ല എന്നിട്ട്? ആ, അച്ചാറൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം. ആഹാ, എന്നിട്ട് ഇവളിതൊരു അച്ചാർ കൊണ്ടുവന്നില്ലല്ലോ ചോറിന്. ഞാൻ അച്ചാർ ഉണ്ടാക്കി. ഇവൾക്ക് അച്ചാർ ഇഷ്ടമില്ല. ഇവക്ക് ഇവളുടെ അച്ഛനൊന്നും അച്ചാർ ഇഷ്ടമില്ല. അതുകൊണ്ട് ഇപ്പൊ കൊടുത്തു വിടാത്തത്. ഒരു ബോട്ടിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്റെ കൊതിയും കൊണ്ടിട്ട് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയപ്പം അച്ചാറിട്ട് വെച്ചതാ. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടം. എനിക്ക് മാത്രല്ല, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ അച്ചാർ എന്ന് പറഞ്ഞ ജീവനാ. ആണോ? അത് ഇവിടെ ഇരിക്കുന്ന ബോട്ടിൽ മോള് പോകുമ്പോ കൊണ്ടേക്കോ, അച്ചാർ ഇഷ്ടമാണെങ്കിൽ. ആ, അയ്യേ, അമ്മ ഉണ്ടാക്കിയ അച്ചാർ ഇവക്ക് കൊടുത്തു വിടാൻ വേണ്ടിട്ടോ? ഇവളുടെ അച്ഛനും അമ്മയ്ക്ക് ഉപയോഗിക്കുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അടിപൊളി അച്ചാറുകളാ. അമ്മയുടെ അച്ചാറിന് കൊടുത്തു വിടൊന്നും വേണ്ട. അയ്യേ, അല്ല മോൾ ഇഷ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പോടി അവിടുന്ന്. വീട്ടിൽ അച്ചാറൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് ആന്റി, പക്ഷെ അതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ. ഇതിപ്പോ ആന്റി വീട്ടിലുണ്ടാക്കിയ അച്ചാറല്ലേ, അതെന്തായാലും ഞാൻ കൊണ്ടുപോകും. ആ, എന്നാ പോകാറാകുമ്പത്തേക്ക് അമ്മ എടുത്തു തരാം കേട്ടോ. നിങ്ങൾ സംസാരിച്ചിരിക്കാം, അമ്മ ചായ എടുക്കാം. ഞാൻ ഇറങ്ങുവാ. ആ, ഞാനേ സാധനം വാങ്ങേണ്ട ലിസ്റ്റിനകത്ത് സോപ്പ് പൊടി എഴുതാൻ മറന്നുപോയി. സോപ്പ് പൊടിയും കൂടി വാങ്ങണേ.
ഇതെന്താടി സോപ്പ് പൊടി നീ വെള്ളത്തിൽ കലക്കി കുടിക്കുവാണോ ഇത്ര പെട്ടെന്ന് തീർന്നത്? അതല്ല ഏട്ടാ, കഴിഞ്ഞ പ്രാവശ്യം 500 വാങ്ങിയുള്ളായിരുന്നു. അതുകൊണ്ടാ പെട്ടെന്ന് തീർന്നു പോയത്. മുട്ട 25 വാങ്ങിയത് ഇത്ര പെട്ടെന്ന് തീർന്നോ? നീ എന്താ 2-3 വെച്ചിട്ട് ഒറ്റയ്ക്ക് പുഴുങ്ങി തിന്നുന്നുണ്ടോ? എന്റെ ഗീത, നീ വിഷമിക്കാതെ. മകളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നീ അവളുടെ അമ്മയാ. അമ്മ അമ്മ തന്നെയാ. വന്നു വന്ന് ഈ വീട്ടിൽ എന്റെ ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു എനിക്കിപ്പം. എന്ത് ചെയ്താലും കുറ്റമാണ്. ചേട്ടൻ ഓരോന്ന് പറയുന്നത് പിന്നെ സഹിക്കാം. മോള് വല്ലതൊക്കെ പറയുമ്പോഴാ എന്തോ മനസ്സിനൊരു വിഷമം എന്റെ ബിന്ദു. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാരമില്ല, പോട്ടെ. ചില സമയത്ത് വേലക്കാരോട് പെരുമാറുന്ന പോലെയാ എന്നോട് പെരുമാറുന്നത്. ഒരു വീട്ടിൽ ആളെ വേലയ്ക്ക് നിർത്തിയാൽ പോലും ഇത്രയും മോശമായിട്ട് ആരും പെരുമാറൂല. അതുപോലെയാ ചില സമയത്ത് എന്നോട് പെരുമാറുന്നേ. നമ്മൾ ഈ വീട്ടിലെ പണിയും പറമ്പിലെ പണിയൊന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. കാശ് കിട്ടുന്ന ജോലി ചെയ്യണം, അതിന് മാത്രമേ വിലയുള്ളൂ. അല്ലേ ബിന്ദു? അത് നീ പറഞ്ഞത് നേരം. കാശിന് കാശ് തന്നെ വേണം. നമ്മൾ എത്ര പണിയെടുത്താലും അതൊന്നും കാണാനുണ്ടാവൂലെന്നേ. എന്നെ കേൾക്കാൻ നീയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ആത്മഹത്യയും ചെയ്തേനെ. നിന്നെ പോലൊരു കൂട്ടുകാരിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ബിന്ദു? നീ ഇങ്ങനൊന്നും ചിന്തിക്കില്ല ഗീതേ. തൊട്ടപ്പുറത്ത് ഞാനുണ്ടല്ലോ. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയുമ്പോൾ നിനക്ക് കുറെ മനസ്സമാധാനം കിട്ടും. നിനക്കറിയോ, 2 ആഴ്ച മുമ്പ് 25 മുട്ട ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നു. അത് അച്ഛനും മൂക്കും തന്നെ ഞാൻ ആക്കി കൊടുത്തത്. ബുൾസൈ വേണമെന്ന് പറയുമ്പോൾ ബുൾസൈ ആക്കി കൊടുക്കും. മുട്ട റോസ്റ്റ് ആക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കും, പൊരിച്ചു കൊടുക്കും. അതിനകത്ത് ഒരെണ്ണം പോലും ഞാൻ കഴിച്ചിട്ടില്ല. എന്നിട്ട് അതിന് പോലും എന്നോട് കണക്ക് പറയാം. ഒരു മുട്ടയൊക്കെ കഴിച്ച കാലം മറന്നു. പണ്ട് മോളെ പ്രസവിച്ച് കിടക്കുമ്പോഴേ എന്റെ അച്ഛൻ വാങ്ങി തന്നിട്ടുണ്ട്. അങ്ങനെ കഴിച്ച ഒരു ഓർമ്മയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരെണ്ണം പോലും അതിനകത്തുനിന്ന് കഴിച്ചിട്ടില്ല. ഇപ്പൊ അച്ഛനും അമ്മയും എല്ലാം പോയില്ലേ. ചേട്ടനും മോളും മാത്രമല്ലേ എനിക്കുള്ളൂ. ഇവരിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ, ഇങ്ങനെയൊക്കെ കണക്ക് പറയുമ്പോൾ നീ നന്നായിട്ട് അങ്ങ് പ്രതികരിക്കണം. ഇത് അച്ഛനും മോളും എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് ഇങ്ങനെ മിണ്ടാതിരിക്കും. പ്രതികരിക്കേണ്ട സ്ഥലത്ത് നീ പ്രതികരിക്കണം. ഇങ്ങനെ പാവമാകരുത്. അങ്ങനെയൊന്നും പ്രതികരിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല ബിന്ദു. നമുക്ക് ഈ ധൈര്യം എന്ന് പറഞ്ഞ സാധനേ, അത് പണം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പണം ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള സാധനമല്ല ഈ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ. സത്യമാ നീ പറഞ്ഞത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ചേട്ടന്റെ അനിയന്റെ മകളുടെ കല്യാണമായിരുന്നു. അപ്പൊ വലിയ കല്യാണമൊക്കെ ആയിരുന്നു. ഞങ്ങളെ മാത്രം വിളിച്ചില്ല. കാശില്ലാത്തോണ്ടേ അവർക്കൊരു കുറച്ചില് നമ്മൾ ചെല്ലുന്നത്. അതാണ് പണത്തിന്റെ വില. ഇരിക്കും മോളെ, മോള് വരുന്ന കാര്യം അവള് പറഞ്ഞേ ഇല്ല. ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നതല്ലേ. അവളെവിടെ? അവളാ ചാമ്പേന്റെ ചോട്ടിലുണ്ട്. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, വിളിക്കണ്ട. അവള് വരട്ടെ. പിന്നെ ആന്റിയുടെ അച്ചാറ് സൂപ്പർ ആയിരുന്നു കേട്ടോ. വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ഛൻ സ്കൂളിലേക്കും അമ്മയും ഒക്കെ അച്ചാർ തന്നെ ലഞ്ചിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ. അവിടെ ടീച്ചേഴ്സ് ഒക്കെ കൈയിട്ട് വരുമായിരുന്നാ പറഞ്ഞത്. അത്ര ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെയാ ആന്റി ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നേ? ഞങ്ങൾ എന്തോ ഒരു അച്ചാർ കഴിച്ചിട്ടുണ്ട്, ഇത്രയും ടേസ്റ്റ് ഉള്ളത് ഇതുവരെ കഴിച്ചിട്ടില്ല. അയ്യോ, അവരൊക്കെ കഴിച്ചോ? ഇഷ്ടപ്പെട്ടോ? സന്തോഷം. ഇവിടെ ആരും കഴിക്കൂലാത്ത കൊണ്ടിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല. ഇതേ കുറച്ച് ചാമ്പങ്ങ ഞാൻ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. മോക്ക് ഇന്ന് തന്നു വിടാട്ടോ എന്നാല്. അങ്ങനെ ഒരു ബോട്ടിൽ അച്ചാറ് പോരാ. അമ്മയുടെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു ലണ്ടനിൽ നിന്ന്. അപ്പൊ പുള്ളിക്ക് ചോറിന്റെ കൂടെ അച്ചാറ് കൊടുത്തു. പുള്ളി വേറെ ഒരു കറിയും കൂട്ടിയില്ല. ആ അച്ചാറ് കൂട്ടിയിട്ട് ഒരു പ്ലേറ്റ് ചോറാ തിന്നത്. അപ്പൊ പുള്ളി അടുത്ത മാസം തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് ഒരു 30 ബോട്ടിൽ അച്ചാറ് വേണമെന്നാ പറഞ്ഞത്. കാശൊക്കെ ആന്റി ചോദിക്കുന്ന കാശ് തരും. ഒരു ബോട്ടിലിന് എത്ര കാശാ വേണ്ടതെന്ന് ആന്റി തീരുമാനിച്ചു. പക്ഷെ ഇതൊരു നല്ല ചാൻസാ. 30 ബോട്ടിൽ എന്ന് പറയുമ്പം പുള്ളിയുടെ റിലേറ്റീവ്സ്, അവിടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഒത്തിരി റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് പുള്ളിക്ക് അവിടെ തന്നെ. അയ്യോ എന്റെ മോളെ, എന്താ ഈ പറയുന്നത്? 30 ബോട്ടിലോ? അയ്യോ, അതിനിപ്പോ എന്താ? ഇവിടെ കിടന്ന് റോബോട്ടിനെ പോലെ ആന്റി പണിയെടുക്കുന്നതല്ലേ. അപ്പൊ ഒരു കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്ക്. ആന്റിക്ക് ഒരു വരുമാനം കിട്ടുന്ന ഇതല്ലേ ആന്റി. അതുകൊണ്ടിട്ടാ ഞാൻ വന്നത്. ആന്റിയുടെ കഷ്ടപ്പാടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവരാന്റി തരുന്ന വിലയും എനിക്കറിയാം. അത് മനസ്സിലാക്കി കൊണ്ട് കൂടിയിട്ടാ ഞാൻ പറയുന്നത്. പിന്നെ ഈ 30 ഓർഡർ മാത്രമല്ല, അച്ഛന്റെ സ്കൂളിലും ടീച്ചേഴ്സിനും പിന്നെ അച്ഛന്റെ റിലേറ്റീവ്സിനും ഒക്കെ വേണ്ടി വരും. അപ്പൊ ഇനിയും കുറെ ഓർഡർ ഞാൻ തന്നെ തരും. ഞാന് ഒന്ന് ശ്രമിച്ചു നോക്കാം, അല്ലേ? പിന്നല്ലാതെ ആന്റി അങ്ങോട്ട് ശ്രമിച്ചു നോക്ക്, എന്തായാലും നടക്കും കേട്ടോ. ആ ആ പിന്നെ ആന്റി, അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? ഇനി അതിനുള്ള കാശൊന്നും അങ്കിളിനോട് ചോദിക്കാൻ നിൽക്കണ്ട. അഡ്വാൻസ് എന്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് കേട്ടോ. എന്റെ പൊന്നുമായ, ഇത് എല്ലായിടത്തും എന്റെ കയ്യിൽ തന്നെ എത്തണം എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാ കേട്ടോ. ബാംഗ്ലൂരേക്കുള്ള ഓർഡർ നാളെ തന്നെ കയറ്റി അയക്കണം. ആ ഓക്കെ ഓക്കെ, ഞാനേ ഉച്ച കഴിഞ്ഞ് എത്തുള്ളൂ. എന്റെ വീട് പണി നടക്കുന്ന സ്ഥലത്തൊന്ന് പോണം. ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. ബിന്ദു എത്തിയില്ലേ? ഇല്ലേ? ആ ശരി ശരി.
ഹലോ ആ ബിന്ദു, നീ ഇറങ്ങിയില്ലേ? എന്റെ പൊന്നു ബിന്ദു, നാളത്തെ കാര്യം അറിയാലോ, നീ ഒന്ന് പെട്ടെന്ന് ചെന്നേ. നീ അവിടെ ഇല്ലെങ്കിൽ ഒരു കാര്യം അവിടുത്തെ നടക്കൂല. ആ ആ ഞാൻ ഉച്ച കഴിഞ്ഞ് എത്തുള്ളൂ കേട്ടോ. ആ ശരി ശരി. അമ്മേ, ഞാൻ മുറ്റമൊക്കെ മൊത്തം അടിച്ചു വാരി, പിന്നെ എന്റെ അമ്മേന്റെ അച്ഛന്റെ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് എന്റെ പണിയൊക്കെ തീർത്തു. എനിക്കൊരു 5000 രൂപ തരുമോ? ശീതളിന്റെ കല്യാണത്തിന് മുമ്പ് സാരി വാങ്ങാൻ വേണ്ടിട്ടാ. കയ്യില് കാശൊന്നും ഇല്ലാണ്ടായി അല്ലേ? ഉണ്ടായിരുന്നൊരു ജോലി നല്ലോണം ഉഴപ്പി ആ ജോലി അങ്ങ് കളഞ്ഞു. ഇടയ്ക്ക് പഠിക്കാൻ വിട്ടപ്പോ പഠിച്ച് പാസ്സായോ അതുമില്ല. ഒരു കാര്യം ചെയ്യേ, ആ തോറ്റ വിഷയമൊക്കെ ഇരുന്ന് പഠിച്ച് എഴുതാൻ വേണ്ടിട്ട് നോക്ക്. ഇനി അതും കഴിയൂലെങ്കിൽ എന്റെ അച്ചാർ കമ്പനിയിൽ പണിക്ക് പോരെ. അവിടുത്തെ സ്റ്റാഫിന് ഞാൻ മാസം മാസം നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. അയ്യേ, അച്ചാർ കമ്പനിയിലൊന്നും ഞാൻ വരൂല, എനിക്കിഷ്ടമല്ല. ഈ തോറ്റുപോയത് പഠിക്കാൻ സമയമില്ലാഞ്ഞിട്ടൊന്നും അല്ലായിരുന്നല്ലോ. ഒരില പോലും വീട്ടിൽ മറിച്ചിടേണ്ട കാര്യം എന്റെ മോക്കില്ലായിരുന്നല്ലോ. അച്ഛനോട് കാശ് ചോദിച്ചില്ലേ? 5000 രൂപയുടെ സാരി ഒന്നും എടുത്തോണ്ട് പോകണ്ട, കയ്യിലുള്ള ഡ്രസ്സ് ഇട്ടാ മതി എന്ന് പറഞ്ഞു. ഞാൻ കാശ് അയച്ചേക്കാം. പക്ഷെ എനിക്ക് രണ്ടിലൊന്ന് തീരുമാനം 2 മാസത്തിനുള്ളിൽ അറിയണം. ഒന്നെങ്കിൽ പഠിച്ച് പാസ്സായിട്ട് കുറച്ചും കൂടെ നല്ലൊരു ജോലിക്ക് കയറാൻ വേണ്ടിട്ട് നോക്ക്, അല്ലെങ്കിൽ എന്റെ അച്ചാർ കമ്പനിയിൽ പണിക്ക് വന്നേ പറ്റുള്ളൂ. തീരുമാനം എനിക്ക് 2 മാസത്തിനുള്ളിൽ അറിയണം, കേട്ടല്ലോ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോ. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കണമെങ്കിൽ ചോറും കറിയും നീ ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് സമയമില്ലായിരുന്നു. അപ്പൊ അച്ഛന് ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറും ഉണ്ടോണ്ടേ? അപ്പൊ എന്ത് കൊണ്ടുപോകും ഇനി? അച്ഛൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പുട്ട് കൊണ്ടുപോയിക്കോട്ടെ. എന്നാ ഞാൻ പോവാ. ഇറങ്ങുവാണോ നീ? ആ ഞാൻ ഇറങ്ങുവാ. ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പുട്ടാ ആക്കിയത്. പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുന്നില്ലെങ്കിൽ പുട്ട് തന്നെ കൊണ്ടുവയ്ക്കോ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിട്ട്. നീ കഴിച്ചായിരുന്നോ? താങ്ക് യു സോ മച്ച്. എന്തിനാ ഇപ്പൊ താങ്ക്സ്? പണ്ട് നിങ്ങളുടെ വായുന്നേ ഞാൻ ഒരുപാട് കേൾക്കാൻ കൊതിച്ചിട്ടുള്ള ഒരു ചോദ്യാ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചത്. പണ്ട് നിങ്ങൾ അച്ഛനും മോളും ഒക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ഞാൻ കൊതിച്ചിട്ടുണ്ട്, നീ കഴിച്ചോ അല്ലെങ്കിൽ മോടെ വായിന്ന് അമ്മ കഴിച്ചോ എന്ന് ചോദിക്കൂന്ന്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ആ ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല. ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, സന്തോഷായി. അപ്പം ഒരു പുഴുങ്ങിയ നാടൻ മുട്ടയും 1 ഗ്ലാസ് നല്ല പശുവും പാലും കഴിച്ചു. എനിക്ക് ഉച്ചവരെ പിടിച്ചിരിക്കാൻ അത് മതി. പിന്നെ നിങ്ങൾക്ക് പുട്ടും മുട്ടക്കറി ആട്ടോ ആക്കിയത്. ഞാൻ മേടിച്ചപ്പോ ഒരു 10-30 മുട്ട ഒരുമിച്ച് അങ്ങ് വാങ്ങി. അപ്പം കഴിച്ചോ, ഞാൻ കണക്ക് പറയൂല. പോട്ടെ.